ഇടതുമുന്നണിയുടെ ശക്തമായ കോട്ടകളിലൊന്നാണ് കൊല്ലം കോർപ്പറേഷൻ. രൂപീകരിച്ചതു മുതൽ ഇടതുപക്ഷം മാത്രമാണ് ഇവിടെ അധികാരത്തിലെത്തിയത്. വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ഇത്തവണയും LDF വോട്ട് തേടുന്നത്. എന്നാൽ ഇത്തവണ അധികാരം പിടിക്കുമെന്ന് UDF പറയുന്നുണ്ട്. കുടിവെള്ള പ്രശ്നം, മാലിന്യ നിർമ്മാർജ്ജനം അടക്കമുള്ള പല വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെയും പ്രചാരണം. ഇത്തവണ കൊല്ലം ആർക്കൊപ്പം നിൽക്കും എന്ന് പരിശോധിക്കാം. വ്യക്തമായ കണക്കുകളും വിവിധ ഘടകങ്ങളും വിശകലനവുമായി ഇലക്ഷൻ ഡെസ്കിൽ നിന്ന് അക്ഷയും കൊല്ലം ബ്യൂറോയിൽ നിന്ന് ലിജോ റോളൻസും ചേരുന്നുണ്ട്. ആദ്യം അക്ഷയിലേക്ക്. അക്ഷയ്, എങ്ങനെയാണ് നിലവിൽ കൊല്ലം കോർപ്പറേഷന്റെ ഒരു രീതി? കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇടതുകോട്ട എന്നുള്ള രീതിയിലാണ്. പക്ഷേ അതിനെ മാറ്റിമറിക്കുക എന്നൊരു ലക്ഷ്യം UDFന് ഇത്തവണയുണ്ട്. അത് സാധ്യമാണോ? തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സ്ഥിതി. അതായത് LDFന്റെ കോട്ടയാണ് ഇടതുകോട്ടയാണ് കൊല്ലം എന്ന് പറയുന്നത്. അത് സീറ്റ് നിലയിൽ തന്നെ നമുക്ക് വ്യക്തമാണ്. LDF 38 സീറ്റിലും UDF 10 സീറ്റിലും BJP 6 സീറ്റിലും അതേഴ്സ് ആയിട്ടുള്ളത് 1 സീറ്റിലും, അങ്ങനെയാണ് 55 വാർഡുകളുടെ ഒരു ക്രമീകരണം കിടക്കുന്നത്. അതായത് വ്യക്തമായ ഭൂരിപക്ഷം LDFനുണ്ട് എന്നുള്ളത് നമുക്ക് ഈ കണക്കുകളിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. അടുത്തതെന്ന് പറയുന്നത് ആരായിരിക്കും മേയർ എന്നുള്ളതാണ് നമുക്ക് അടുത്തത് നോക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. മേയർ സ്ഥാനാർത്ഥിയായിട്ട് UDF ഉയർത്തി കാണിക്കുന്നത് AK ഹഫീസിനെയാണ്. അദ്ദേഹം INTUC ജില്ലാ അധ്യക്ഷനാണ്, മാത്രമല്ല മുൻ കൗൺസിലറാണ്. താമരക്കുളത്ത് നിന്നാണ് ഇത്തവണ അദ്ദേഹം ജനവിധി തേടുന്നത്. LDFന്റെ സ്ഥാനാർത്ഥി പട്ടിക നോക്കുകയാണെങ്കിൽ, മേയർ പട്ടിക നോക്കുകയാണെങ്കിൽ, സാധ്യതാ പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ അവിടെയുള്ളത് VK അനിരുദ്ധനാണ്. അദ്ദേഹം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. കന്നിമേൽ വെസ്റ്റിലെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഇത്തവണ ജനവിധി തേടുന്നത്. മറ്റൊരു LDFന്റെ സാധ്യതാ പട്ടികയിലുള്ള മറ്റൊരാളെന്ന് പറയുന്നത് അഡ്വക്കേറ്റ് V രാജേന്ദ്ര ബാബു ആണ്. അദ്ദേഹം CPM ജില്ലാ കമ്മിറ്റി അംഗമാണ്, മുൻ മേയർ ആയിരുന്നു. ഇത്തവണ ഉളിയക്കോവിൽ ഈസ്റ്റിലെ സ്ഥാനാർത്ഥിയായിട്ടാണ് ജനവിധി തേടുന്നത്. ഇനി കൊല്ലം കോർപ്പറേഷനിലെ ഘടകങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ LDF സ്വാഭാവികമായിട്ടും അവരുടെ ഒരു പ്രചരണം ശക്തമാക്കുന്നത് അവരുടെ വികസന നേട്ടങ്ങളിൽ ഊന്നിക്കൊണ്ടായിരിക്കും. അതാണ് നമുക്ക് ആദ്യം പരാമർശിച്ചു പോകാനുള്ളത്. LDFന്റെ വികസന നേട്ടങ്ങളായി അവർ മുന്നോട്ട് വെക്കുന്നതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് കുരീപ്പുഴ ചണ്ടി ഡിപ്പോ നവീകരണമായിരിക്കും. രണ്ടാമത്തത് കോർപ്പറേഷൻ ഓഫീസിലെ ലിഫ്റ്റ് നിർമ്മാണമാണ്. അടുത്തതെന്ന് പറയുന്നത് ഗുഡ് മോർണിംഗ് കൊല്ലം പ്രഭാത ഭക്ഷണ പദ്ധതിയാണ്. മറ്റൊന്ന് കുരീപ്പുഴയിൽ ബയോ മൈനിങ് പൂർത്തിയാക്കാനും LDFന് കഴിഞ്ഞിട്ടുണ്ട്. അത് അവരുടെ വികസന നേട്ടമായി അല്ലെങ്കിൽ ഭരണ നേട്ടമായി LDF ഉയർത്തി കാണിക്കും. മറ്റൊന്ന് IT പാർക്കുകളുടെ നിർമ്മാണമാണ്. ഭവനരഹിതർക്കുള്ള ഫ്ളാറ്റുകളുടെ നിർമ്മാണവും LDFന് വികസന നേട്ടമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഹരിത കർമ്മസേനയുടെ പ്രവർത്തനത്തെയും LDFന് വികസന നേട്ടമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റും. എന്നാൽ നിലവിൽ അവിടെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരന്തരമായി LDF ജയിച്ചു വരുന്ന ഒരു സ്ഥലമാണ്, ഇടതുകോട്ടയാണ് കൊല്ലം കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അത്തരത്തിൽ വികസന പ്രശ്നങ്ങൾ ഊന്നിക്കൊണ്ടായിരിക്കും UDFന്റെ പ്രചാരണം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള വികസന പ്രശ്നങ്ങൾ പരിശോധിക്കുമ്പോൾ തെരുവ് വിളക്കുകളുടെ അപര്യാപ്തതയാണ് ആദ്യം പറയാനാകുന്നത്. മറ്റൊന്ന് ശുദ്ധജലക്ഷാമമാണ്. പിന്നെ എല്ലായിടത്തെയും പോലെ തന്നെ പ്രശ്നമാണ് തെരുവുനായ ശല്യം എന്ന് പറയുന്നത്. അത് കൊല്ലം കോർപ്പറേഷനിലും ഒരു വികസന പ്രശ്നമായി തന്നെ UDFന് ഉന്നയിക്കാനാകും എന്നുള്ളതാണ്. മറ്റൊന്ന് അറവുശാല ഇല്ലാത്തതാണ്. പിന്നെ മാലിന്യ നീക്കത്തിലും ഒരു പ്രതിസന്ധി അവിടെ നിലനിൽക്കുന്നുണ്ട്. പാർക്കിംഗ് സൗകര്യങ്ങളുടെ കുറവും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് ചിന്നക്കട ഫ്ലൈ ഓവറിലെ പ്രശ്നമാണ്. പിന്നെ അഷ്ടമുടി കായലിലെ മാലിന്യ പ്രശ്നം, പാർക്കുകളുടെ ശോചനീയാവസ്ഥ, ഇതെല്ലാം തന്നെ വികസന പ്രശ്നമായി UDFന് ഉന്നയിക്കാൻ കഴിയും. ഇനി LDFന് അനുകൂലമായിട്ടുള്ളതും പ്രതികൂലമായിട്ടുള്ള രാഷ്ട്രീയ ഘടകങ്ങളാണ് നമ്മൾ പരിശോധിച്ചു പോകുന്നത്. അതിലൊന്ന് തുടർഭരണമാണ്. ഇത്ര കാലമായി ഇടതുകോട്ടയാണ് കൊല്ലം കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അതിന്റെ തുടർഭരണം ഇങ്ങനെ ആവർത്തിച്ചു വരുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഭരണ നേട്ടങ്ങൾ LDFന് ഉയർത്തിക്കാണിക്കാൻ പറ്റുമെന്നുള്ളതാണ് LDFന് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ ഘടകം എന്ന് പറയുന്നത്. മറ്റൊന്ന് മുതിർന്ന നേതാക്കൾ തന്നെ മത്സര രംഗത്തേക്ക് ഇറക്കുകയാണ് LDF ചെയ്തിട്ടുള്ളത്. അതും ഒരു രാഷ്ട്രീയ ഘടകമായി, അനുകൂല ഘടകമായിട്ട് LDFന് മാറുകയാണ്. പിന്നെ CPM സിറ്റിംഗ് കൗൺസിലർമാർക്ക് ഇത്തവണ സീറ്റ് നൽകിയിട്ടില്ല എന്നുള്ളതും LDFന്റെ ഒരു രാഷ്ട്രീയ ഘടകം, അനുകൂല ഘടകമായിട്ട് തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. പിന്നെ ഒന്ന് CPMന് നമ്മൾ നേരത്തെ സീറ്റ് നില പരിശോധിച്ചപ്പോൾ ഞാൻ വ്യക്തമായി പറഞ്ഞതാണ് 38 സീറ്റുകളുണ്ട് LDFന് എന്നുള്ളത്. CPMന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ള കോർപ്പറേഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു വിള്ളൽ വീഴ്ത്തുക എന്ന് പറയുന്നത് UDFന് വളരെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ്. അത് തന്നെ LDFന് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഘടകവുമാണ്. ഇനി വിമത ഭീഷണി അവിടെ LDFന് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ 2 വിമതരാണ് അവിടെ ഉള്ളതെന്നുള്ളത് ഒരു അനുകൂലമായിട്ടുള്ള ഘടകമായി നമുക്ക് പറയുമ്പോൾ പോലും വിമത ഭീഷണി കൊല്ലത്ത് LDFന് നിലനിൽക്കുന്നുണ്ട്. ഇത്രയുമാണ് LDFന്റെ രാഷ്ട്രീയ ഘടകങ്ങൾ പരിശോധിക്കുമ്പോൾ പറയാനുള്ളത്. ഇനി നമ്മൾ പോകുന്നത് UDFന്റെ രാഷ്ട്രീയ ഘടകങ്ങളിലേക്കാണ്. നേരത്തെ ഒരുങ്ങിയതിന്റെ ആവേശം UDF ക്യാമ്പിനുണ്ട്. അതുപോലെ തന്നെ മേയർ സ്ഥാനാർത്ഥിയെ മുൻനിർത്തിയാണ് അവരുടെ എല്ലാ തരത്തിലുള്ള പ്രചരണങ്ങളും അവർ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും UDFന് അനുകൂലമായിട്ടുള്ളൊരു രാഷ്ട്രീയ ഘടകം തന്നെയാണ്. ഇത്രയും കാര്യങ്ങളാണ് കൊല്ലം കോർപ്പറേഷനെ കുറിച്ച് പറയാനുള്ളത് തന്നെ.